മോളിവുഡിൽ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സിനിമകൾ ഏറ്റുമുട്ടിയ ഏറ്റവും വാശിയുള്ളൊരു ഓണക്കാലമായിരുന്നു 2001 മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സിനിമകൾ റിലീസ് ചെയ്തൊരു ഓണക്കാലം കൂടിയായിരുന്നു 2001 രണ്ട് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ വൻ ഹൈപ്പ് മാസ് ചിത്രങ്ങളായിരുന്നു ലാലേട്ടൻ മമ്മൂക്കയ്ക്കും ഉണ്ടായിരുന്നത്. അതിനൊപ്പം സത്യനന്ദിക്കാടിന്റെ ഒരു കുടുംബ ചിത്രവും ഉണ്ടായിരുന്നു. 2001 ഓഗസ്റ്റ് 24 ആദ്യത്തെ ഓണം റിലീസ് എത്തിയത്. അത് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ടീം ഒരുമിച്ച നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകയായിരുന്നു. കുഞ്ചാക്കോ ബോബൻ ആദ്യമായി സത്യനന്ദിക്കാടിന്റെ നായകനായി എത്തിയ ചിത്രം. സംയുക്ത വർമ്മയായിരുന്നു നായിക. ശ്രീനിവാസന്റെ തിരക്കഥ. ശ്രീനിവാസൻ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. വലിയ പ്രതീക്ഷയിൽ തിയേറ്ററിലെത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഓണക്കാലമായിട്ടും കുടുംബ പ്രേക്ഷകർ ഈ ചിത്രത്തെ കൈവിട്ടു. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ടീമിന്റെ ഒരു ശരാശരി ചിത്രമായി നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക ഒതുങ്ങി. ഒരാഴ്ച കഴിഞ്ഞാണ് ലാലേട്ടൻ മമ്മൂക്ക ചിത്രങ്ങൾ ഒരേ ദിവസം തിയേറ്ററിലേക്ക് എത്തിയത്. അതായത് 2001 ഓഗസ്റ്റ് 31 ലാലേട്ടന്റെ രാവണപ്രഭുവും മമ്മൂക്കയുടെ രാക്ഷസ രാജാവും തിയേറ്ററിലെത്തി. 1993 ഇറങ്ങി ബ്ലോക്ക് ബസ്റ്ററായി മാറിയ IV ശശിയുടെ ക്ലാസിക് ചിത്രം ദേവാസുരത്തിന്റെ രണ്ടാം പതിപ്പായിരുന്നു രാവണപ്രഭു. മോഹൻലാൽ ഇരട്ട വേഷത്തിലെത്തിയ ഈ ചിത്രം നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു. നരസിംഹത്തിന് ശേഷം ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച ചിത്രം. രഞ്ജിത്ത് ആദ്യമായി സംവിധായകനായ ചിത്രം. അദ്ദേഹം തന്നെയാണ് തിരക്കഥയൊരുക്കിയത്. വലിയ ഹൈപ്പിൽ തിയേറ്ററിലെത്തിയ ചിത്രം വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ നേടിയെടുത്ത് വൻ റെക്കോർഡ് കളക്ഷനാണ് ആദ്യ വീക്കെൻഡിൽ നേടിയെടുത്തത്. 2001 ഏറ്റവും വലിയ വിജയമായി രാവണപ്രഭു മാറി. അതേ ദിവസം തന്നെ തിയേറ്ററിലെത്തിയ മമ്മൂട്ടി ചിത്രം രാക്ഷസ രാജാവ്. ദാദാസാഹിബ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനയൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം. മമ്മൂട്ടി തന്റെ ഇടമുള്ള ഫയർ ബ്രാൻഡ് പോലീസ് ഉദ്യോഗസ്ഥനായി എത്തുന്നു. കമ്മീഷണർ രാമനാഥനായാണ് മമ്മൂട്ടി എത്തിയത്. മീനയായിരുന്നു മമ്മൂട്ടിയുടെ നായികയായി എത്തിയത്. രാക്ഷസ രാമൻ എന്ന് പേര് നൽകിയ ചിത്രം വിവാദങ്ങൾക്ക് ശേഷം രാക്ഷസ രാജാവെന്ന് പേര് മാറ്റി. രാക്ഷസ രാജാവും രാവണപ്രഭുവും തമ്മിലുള്ള പേരിലുള്ള സിമിലാരിറ്റി ആരാധകർക്കിടയിലും വലിയ ആവേശമാണ് നൽകിയത്. മമ്മൂട്ടി ചിത്രം പക്ഷേ സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നേടിയത്. വലിയ ബഡ്ജറ്റിലൊരുങ്ങിയ ഈ ചിത്രം നിർമ്മിച്ചത് സർഗം കബീറായിരുന്നു. സമ്മിശ്ര പ്രതികരണമായിരുന്നെങ്കിലും നല്ല ഇനീഷ്യൽ കളക്ഷൻ രാക്ഷസ രാജാവിനുണ്ടായിരുന്നു. അതിനുശേഷം കാര്യമായി ചിത്രത്തിന് രാവണപ്രഭുവിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 13 സെന്ററുകളിലാണ് 100 ദിവസം രാവണപ്രഭു പിന്നിട്ടത്. രാക്ഷസ രാജാവ് ഹിറ്റ് സ്റ്റാറ്റസ് മാത്രം നേടി ഒതുങ്ങുകയും സത്യനന്ദിക്കാടിന്റെ ചിത്രം പരാജയപ്പെടുകയും ചെയ്തു.